ഇന്നത്തെ മോർണിംഗ് വൈബിൽ ഞാനൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. തക്കാളി ഉണ്ടായി നിൽക്കണണ്ട, പഴുത്ത് നിൽക്കണത്. ഇത് ഞാൻ നട്ട് പിടിപ്പിച്ച തക്കാളികളാണ്. ഒരു 5-6 തൈ ഞാൻ പുറത്ത് നഴ്സറിയിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടുവന്നതിന് 10 രൂപയ്ക്ക് 3 തൈ വെച്ചിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നതിന്. അത് ടെറസിൻ്റെ മേലെ നമ്മുടെ വെളിച്ചെണ്ണപ്പാട്ടില്ലേ അതിൽ നട്ട് വെച്ച് നനച്ച് അത് ദേ ഇപ്പോൾ പൂവും കായൊക്കെ വന്നു. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ ധൈര്യമായി നമുക്ക് ഉപയോഗിക്കുക. ഇതിപ്പോൾ പഴുത്തത് ഡയറക്റ്റ് പൊട്ടിച്ച് നമുക്ക് കഴുക പോലും വേണ്ട, കഴിക്കാം. നമുക്ക് രാസവളങ്ങളൊന്നും ചേർക്കാണ്ട് നമ്മുടെ വീട്ടിലുള്ള പുളിച്ച കഞ്ഞളം പൂപ്പലൊന്നും വരാണ്ടിരിക്കാൻ ഞാൻ പുളിച്ച കഞ്ഞളം ഒഴിച്ചു കൊടുക്കും. അതേപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ്, കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ച് അതിൻ്റെ തെളി ഇതൊക്കെ ഇനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ നിറയെ കുഞ്ഞു കുഞ്ഞു കായ്കൾ വന്നിട്ടുണ്ട് തക്കാളിയിലൊക്കെ. നാടൻ തക്കാളി ആകുമ്പോൾ അതിനൊരു ഗുണവും കൂടിയുണ്ട്. അധികം വലിപ്പമില്ലെങ്കിലും ഉണ്ടല്ലോ, ഒരു തക്കാളി മതി നമുക്ക് സാമ്പാറിലായാലും പരിപ്പിലായാലും ഒക്കെ ഇടാനായിട്ട്. നല്ല പുളി ഉണ്ടാവും നാടൻ തക്കാളിക്ക്, ജ്യൂസ് കൂടുതലായിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ തക്കാളി വലിപ്പമുണ്ട്, വെറും മാംസമായിരിക്കും, ഉള്ളിൽ ജ്യൂസ് ഉണ്ടാവില്ല. നാടൻ തക്കാളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൊലിക്ക് കനം കുറവായിരിക്കും, ജ്യൂസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല പുളി ഉണ്ടാവും നാടൻ തക്കാളിക്ക്. അപ്പോൾ ധൈര്യമായി നമുക്ക് നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്ന പച്ചക്കറി ആകുമ്പോൾ കഴിക്കാൻ പറ്റും. ഇത് പിന്നെ ടെറസിൻ്റെ മേലെ ആയതുകൊണ്ട് നല്ല വെയിലത്താണ് ഇരിക്കുന്നത്. നമ്മൾ നട്ട് വളർത്തിയത് ഇങ്ങനെ കായിൻ്റെ ആയി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.